നമ്മൾ LKG മുതൽ സയൻസ് പുസ്തകങ്ങളിൽ കാണുന്ന ഒരു ചിത്രമാണിത്. 4 കാലിൽ നടക്കുന്ന ഒരു കുരങ്ങൻ, പിന്നെ അവൻ പതുക്കെ നിവർന്നു നിൽക്കുന്നു, കയ്യിൽ വടി പിടിക്കുന്നു, ഒടുവിൽ ജീൻസും ഷർട്ടും ഇട്ടൊരു മോഡേൺ മനുഷ്യനായി മാറുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായും വരുന്നൊരു ചോദ്യമുണ്ട്. മനുഷ്യനുണ്ടായത് കുരങ്ങിൽ നിന്നാണെങ്കിൽ കാട്ടിലുള്ള ബാക്കി കുരങ്ങന്മാരൊക്കെ എന്താ മനുഷ്യരാവാത്തത്? അവരെന്താ ഇപ്പോഴും മരത്തിൽ തന്നെ ഇരിക്കുന്നത്? ഈ ചോദ്യം നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ? സത്യത്തിൽ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പകുതി സത്യം മാത്രമാണ്. ബാക്കി പകുതി വലിയൊരു ട്വിസ്റ്റാണ്. നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് വെറും ഒരു മാറ്റമല്ല, അതൊരു സർവൈവൽ ത്രില്ലറാണ്. കാട്ടിലെ മൃഗങ്ങളിൽ നിന്ന് മാറി തീ കണ്ടെത്തി ആയുധമുണ്ടാക്കി ലോകം പിടിച്ചടക്കിയ മനുഷ്യന്റെ ആവേശകരമായ കഥ. ഇന്ന് നമ്മൾ ആ കഥയാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ആ വലിയ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാം. മനുഷ്യനുണ്ടായത് ഇന്നത്തെ കുരങ്ങന്മാരിൽ നിന്നല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ്? ഒരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങൾക്കും നിങ്ങളുടെ കസിനും ഒരേ മുത്തശ്ശനായിരിക്കും അല്ലേ? അതിനർത്ഥം നിങ്ങളുണ്ടായത് നിങ്ങളുടെ കസിനിൽ നിന്നാണെന്നാണോ? അല്ല, നിങ്ങൾ രണ്ടുപേരും ഒരു മുത്തശ്ശനിൽ നിന്ന് വന്ന 2 ശാഖകളാണ്. ഇതുപോലെയാണ് മനുഷ്യനും കുരങ്ങും. ഏകദേശം 60 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലൊരിനം ജീവികളുണ്ടായിരുന്നു. അവരാണ് നമ്മുടെയും ചിമ്പാൻസികളുടെയും കോമൺ ആൻസെസ്റ്റർ അഥവാ പൊതുവായ പൂർവികൻ. കാലം കടന്നുപോയപ്പോൾ ആ പൂർവികളുടെ കൂട്ടം 2ആയി പിരിഞ്ഞു. ഒരു കൂട്ടം മരങ്ങളിൽ തന്നെ ജീവിച്ച് ഇന്നത്തെ ചിമ്പാൻസികളായി മാറി. മറ്റേ കൂട്ടം കാട് വിട്ട് നിലത്തിറങ്ങി നടക്കാൻ തുടങ്ങി. അവരാണ് പിന്നീട് നമ്മളായി മാറിയത്. അതുകൊണ്ട് കുരങ്ങന്മാർ നമ്മുടെ അപ്പൂപ്പന്മാരല്ല, നമ്മുടെ കസിൻസ് ആണ്. ഇതൊരു പുതിയ അറിവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഉദാഹരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. നമ്മുടെ ഈ വലിയ കുടുംബത്തിന്റെ കഥയല്ലേ, എല്ലാവരും അറിയട്ടെ. ശരി, കുരങ്ങന്മാർ മരത്തിൽ സുഖമായിരുന്നപ്പോൾ നമ്മുടെ പൂർവികർ എന്തിനാണ് നിലത്തിറങ്ങിയത്? അവിടെയാണ് കഥയിലെ വില്ലൻ വരുന്നത്, കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ് ചേഞ്ച്. ലക്ഷക്കണക്കിന് വർഷം മുൻപ് ആഫ്രിക്കയിലെ കൊടും കാടുകൾ ഉണങ്ങിപ്പോയി, മരങ്ങൾ കുറഞ്ഞു. ഭക്ഷണം കിട്ടാൻ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കിലോമീറ്ററുകൾ നടക്കേണ്ടി വന്നു. 4 കാലിൽ നടക്കുന്നതിനേക്കാൾ ഊർജം ലാഭിക്കാൻ നല്ലത് 2 കാലിൽ നടക്കുന്നതാണെന്ന് നമ്മുടെ പൂർവികർ തിരിച്ചറിഞ്ഞു. മാത്രമല്ല, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൂരെ നിന്ന് വരുന്ന ശത്രുവിനെ നേരത്തെ കാണാനും സാധിച്ചു. കൈകൾ ഫ്രീ ആയപ്പോൾ അവർക്ക് ഭക്ഷണം ചുമന്നുകൊണ്ടുപോകാനും കുഞ്ഞുങ്ങളെ എടുക്കാനും സാധിച്ചു. പക്ഷെ ഇതിന് നമ്മൾ വലിയൊരു വില കൊടുത്തേണ്ടി വന്നു കേട്ടോ. ഇന്നും നമ്മളിൽ പലർക്കും നടുവേദനയും മുട്ടുവേദനയും വരാറില്ലേ? അത് നമ്മൾ എഴുന്നേറ്റ് നടന്നതിന്റെ ബാക്കി പത്രമാണ്. മൃഗങ്ങൾക്ക് നടുവേദന വരാറില്ല. ഇത് കേൾക്കുന്നവരിൽ നടുവേദനയുള്ള എത്ര പേരുണ്ട്? ഉണ്ടെങ്കിൽ എനിക്കുമുണ്ട് എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കൂ. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നറിയാലോ. നടക്കാൻ തുടങ്ങിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. കാട്ടിൽ സിംഹത്തിനും പുലിക്കും കൂർത്ത പല്ലും നഖമുണ്ട്, നമുക്കതില്ല. പിന്നെ എങ്ങനെ നമ്മൾ പിടിച്ചു നിന്നു? അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം നമ്മൾ ഉപയോഗിച്ചത്, തലച്ചോറ്. ആദ്യം നമ്മൾ കല്ലുകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കി. പിന്നെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം നടന്നത്, തീ അഥവാ ഫയർ. തീ കണ്ടെത്തിയതോടെ മനുഷ്യന്റെ തലവര മാറി. ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അത് ദഹിക്കാൻ എളുപ്പമായി. ദഹിക്കാൻ ചിലവാക്കുന്ന ഊർജം തലച്ചോറിലേക്ക് പോയി. അങ്ങനെ നമ്മുടെ തലച്ചോറ് വലുതായി, ബുദ്ധി കൂടി. നമ്മൾ വെറുമൊരു മൃഗത്തിൽ നിന്ന് മാറി കഥകൾ പറയാനും പ്ലാൻ ചെയ്യാനും സംഘമായി ആക്രമിക്കാനും തുടങ്ങി. അതോടെ കാട്ടിലെ രാജാവായി മനുഷ്യൻ. ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഭൂമിയിൽ മനുഷ്യരായി നമ്മൾ മാത്രമായിരുന്നുവെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ അതല്ല സത്യം. ഏകദേശം 50,000 വർഷം മുൻപ് വരെ ഭൂമിയിൽ നമ്മളെപ്പോലെ തന്നെ വേറെയും മനുഷ്യവർഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടവരാണ് നിയാണ്ടർതാലുകൾ. അവർ നമ്മളെക്കാൾ ശക്തിയുള്ളവരായിരുന്നു, വെളുത്ത നിറമായിരുന്നു, തണുപ്പിനെ അതിജീവിക്കാൻ കഴിവുള്ളവരായിരുന്നു. യൂറോപ്പിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ പൂർവികർ ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഈ നിയാണ്ടർതാലുകളെ കണ്ടുമുട്ടി. ചിലർ പറയുന്നത് നമ്മൾ അവരുമായി യുദ്ധം ചെയ്ത് അവരെ കൊന്നൊടുക്കിയെന്നാണ്. മറ്റു ചിലർ പറയുന്നത് നമ്മൾ അവരുമായി ഇണചേർന്നു എന്നാണ്. ഇന്നും യൂറോപ്പിലും ഏഷ്യയിലുമുള്ളവരുടെ DNA പരിശോധിച്ചാൽ അതിൽ ചെറിയൊരു ശതമാനം നിയാണ്ടർതാൽ ജീനുകൾ കാണാം. അതായത് അവർ പൂർണ്ണമായും മരിച്ചില്ല, നമ്മളിലൂടെ അവർ ഇന്നും ജീവിക്കുന്നു. കേട്ടിട്ട് അത്ഭുതം തോന്നുന്നില്ലേ? ഇതുപോലത്തെ ചരിത്രത്തിലെ കാണാപ്പുറങ്ങൾ തേടിയുള്ള യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഇനിയും ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് അഴിച്ചെടുക്കാനുണ്ട്. തിരിച്ച് നമ്മൾ ആദ്യം കണ്ട ആ ചിത്രത്തിലേക്ക് വരാം. കുരങ്ങിൽ തുടങ്ങി മനുഷ്യനിൽ അവസാനിക്കുന്ന ആ വര, അത് പൂർണ്ണമല്ല. കാരണം പരിണാമം അവിടെ അവസാനിച്ചില്ല. ഇന്നും മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ മനുഷ്യർക്കുണ്ടായിരുന്ന അത്രയും വലിയ പല്ലുകൾ അഥവാ വിസ്ഡം ടീത്ത് ഇന്ന് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് പലരിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരം തണുപ്പിനെയും ചൂടിനെയും അതിജീവിക്കാൻ മാറിക്കൊണ്ടിരിക്കുന്നു.
അതുകൊണ്ട് ആ ചിത്രം ഒരു വരയല്ല, അതൊരു വഴിയാണ്, ഇനിയും മുന്നോട്ടു പോകാനുള്ള വഴി. മിനിറ്റ് കൊണ്ട് 60 ലക്ഷം വർഷത്തെ കഥ നമ്മൾ ഓടിച്ചു പറഞ്ഞു. ഇതിൽ ഓരോ പോയിന്റും വലിയ ഓരോ വീഡിയോ ചെയ്യാനുള്ള വകുപ്പുണ്ട്. നിങ്ങൾക്കിതിൽ ഏതു ഭാഗമാണ് കൂടുതൽ അത്ഭുതമായി തോന്നിയത്? കുരങ്ങൻ നമ്മുടെ കസിനാണെന്നുള്ള കാര്യമോ, അതോ നിയാണ്ടർതാലുകളുടെ കഥയോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. ഇത്രയും നേരം കണ്ടിരുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.